ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാമാണെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. എന്തായാലും നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് വിൻഡ് ഫാമുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലുത് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴിപ്പോൾ ഞാൻ പോകുന്നത് ഈ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി ആറൽവായ്മൊഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു മലയുടെ മുകളിലായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഞാൻ വന്ന കാര്യമെല്ലാം പറയാം. ഞാൻ കൊല്ലത്തു നിന്നാണ് വന്നത്. എല്ലാ ദിവസവും രാവിലെ 10:30 ഒരു ട്രെയിനുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഓടി വരുന്ന വണ്ടിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം ടൗൺ വഴി, കോട്ടയം വഴി, കൊല്ലം വഴി, തിരുവനന്തപുരം വഴി നാഗർകോവിൽ വരുന്ന വണ്ടിയാണ്. നാഗർകോവിലല്ല, കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിനാണ്. അവിടെ എൻ്റെ ആവുകയാണ് ഈ ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ നമ്പർ 165-26 എന്ന ട്രെയിനിൻ്റെ നമ്പർ. അപ്പോഴെന്തായാലും ആ ട്രെയിനിനകത്താണ് ഞാൻ വന്നത്. കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരുന്നതിന് ട്രെയിനിന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് ചാർജ് 70 രൂപയായിരുന്നു. സ്ലീപ്പർ എടുക്കേണ്ട കാര്യമില്ല, കാര്യം ഏകദേശം ഒരു 4-5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ നമുക്ക് ബസ് കിട്ടും. ഈ നാഗർകോവിൽ ജംഗ്ഷൻ അടുത്തായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു സ്ഥലം വടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വടശ്ശേരി ബസ് സ്റ്റാൻഡാണ് പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ് വരുന്നൊരു ബസ് സ്റ്റാൻഡ്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് നമുക്ക് ഈ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ കിട്ടും. പിന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ നടക്കുവാണ് ഈ ഫ്രണ്ടിൽ കൂടെയുള്ള വഴി കൂടെ. ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം നല്ല ഭംഗിയുള്ള വഴിയാണ്. ട്രെയിനിലിങ്ങനെ വരുമ്പോഴും നല്ല വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങളും വലിയ മലനിരകളും. പിന്നെ ഈ നാഗർകോവിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് നാഗർകോവിൽ ടൗണുണ്ട്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനുണ്ട്, നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കുറച്ച് നേരം പിടിച്ചിട്ടായിരുന്നു. ട്രെയിനകത്തിരുന്ന് പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും കന്നുകാലികളും കൃഷിക്കാരനും പിന്നെ അതിവിശാലമായിട്ടുള്ള വയൽ പ്രദേശമെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി കുറച്ച് നേരത്തേക്ക്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒരു പ്രത്യേക ഫീലായിരുന്നു. അങ്ങനെ നാഗർകോവിൽ ടൗണിൽ നിന്നും കുറച്ച് നേരം വന്നപ്പോഴത്തേക്കും നാഗർകോവിൽ ജംഗ്ഷൻ എത്തി. എന്തായാലും നമുക്കിവിടെ നിന്ന് വടശ്ശേരി എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. എന്നിട്ട് അവിടെ നിന്ന് ആറൽവായ്മൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ കാലാവസ്ഥ മങ്ങി കിടക്കുമായിരുന്നു. ഏകദേശം ഒരു മഴ പെയ്യാൻ പോകുന്നൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോഴും നോക്കെ നല്ല തെളിഞ്ഞ ആകാശമായി. മഴക്കോളാണ്, എങ്ങോട്ടും പോകണ്ടെന്ന് വിചാരിച്ച് മനസ്സ് മടിച്ചിരുന്നായിരുന്നെങ്കിൽ വെറുതെ ഇരിക്കത്തേ ഉള്ളായിരുന്നു. രണ്ടും കൽപ്പിച്ചിറങ്ങിയത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. ഇതെവിടെയായിട്ടൊരു ആർച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ ആർച്ചായിരിക്കാനാണ് സാധ്യത. കണ്ടില്ലേ, രണ്ട് സൈഡിലായിട്ടും വലിയ തൂണൊക്കെ ചെയ്യുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള റോഡാണല്ലോ ഇത്, അതിൻ്റെ ആർച്ചായിരിക്കണം. ആ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് ഇതാ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. കന്യാകുമാരിക്ക് പോകുന്ന ബസ്സാണിത്. കണ്ടില്ല, ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ. ഒരു ബസ് വന്ന് നിൽപ്പുണ്ട്. ഇത് എങ്ങോട്ട് പോകുന്നതാണ്? അത് പോട്ടെ, അടുത്തേൽ പോവാം. ആപ്പിൾ 1 കിലോ 120 എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെ ഒരു ബസ് വന്നിട്ടുണ്ട്. ആ വഴി നേരെ വന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് നിന്നപ്പോൾ വടശ്ശേരിക്കുള്ള ബസ് നിൽപ്പുണ്ട്. ഇതിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ 15 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് 15 രൂപ. ഞാനിങ്ങോട്ട് വന്ന ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് പറഞ്ഞോന്ന് ഓർക്കുന്നില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റിന് 70 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ്. കൊല്ലത്തുനിന്ന് നാഗർകോവിൽ ജംഗ്ഷൻ വരെ അല്ല, കന്യാകുമാരി വരെ. ഞാൻ കന്യാകുമാരി വരെയുള്ള ടിക്കറ്റ് അങ്ങ് എടുത്തു. ചിലപ്പോൾ എനിക്ക് കന്യാകുമാരി പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലേ, അതുകൊണ്ട് ഞാൻ കന്യാകുമാരി വരെയുള്ള ടിക്കറ്റ് അങ്ങ് എടുത്തു. കന്യാകുമാരി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ്. എക്സ്പ്രസ് അല്ലാതെ ലോക്കൽ ട്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് സുഷീന്ദ്രം എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനും കൂടെ ഉണ്ട്. മെമൂന് അവിടെ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാനെടുത്തത് കൊല്ലത്തുനിന്ന് കന്യാകുമാരി വരെയുള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിന് 70 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് ഈ ബസ്സിലോട്ട് കയറിയിരിക്കുവാണ്. ഇനി ഈ ബസ്സിൽ പോയി വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങണം. അവിടെ നിന്ന് ആറൽവായ്മൊഴി ബസ് പിടിക്കണം. അങ്ങനെ ഞാൻ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്ന ബസ്സാണ് ഇത്. അങ്ങനെ ഇവിടെ നിന്ന് വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുനെൽവേലി പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആറൽവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ പറ്റും. എന്തായാലും നമുക്ക് തിരുനെൽവേലി ബസ് നിൽക്കുന്നത് അപ്പുറത്തെ സൈഡിലായിട്ടാണ്. അങ്ങോട്ട് പോവാം. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ വടശ്ശേരി വരെ വരുന്നതിന് ദൂരം 3 കിലോമീറ്ററേ ഉള്ളൂ. ഒരുപാട് ടെൻഷൻ ആവുകയൊന്നും വേണ്ട. ഇഷ്ടംപോലെ ബസ് വടശ്ശേരിക്കുണ്ട്. വടശ്ശേരി നാഗർകോവിലിലെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. പ്രധാനപ്പെട്ടൊരു ബസ് സ്റ്റാൻഡാണ് വടശ്ശേരി ബസ് സ്റ്റാൻഡ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ബസ്സെല്ലാം വരുന്നുണ്ട്. ട്രിവാൻഡ്രം ഭാഗത്തു നിന്നുള്ള ബസ്സെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ബസ് കിടക്കുന്നുണ്ടല്ലേ, ആ ബസ് ട്രിവാൻഡ്രം പോകുന്ന ബസ്സാണ്. ഇത്രയും തമിഴ്നാട് ബസ്സുകളുടെ കളറിനിടയ്ക്ക് നമ്മുടെ ആ ഒരു KSRTCയുടെ ചുമന്ന ബസ് നോക്കേ, ഒരു പ്രത്യേക ഫീലുണ്ടല്ലേ. നല്ല പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനായിട്ടുള്ള ബസ്സാണ് തമിഴ്നാട്ടിലേക്ക് വിട്ടിരിക്കുന്നത്.
തിരുവനന്തപുരം എന്ന് തമിഴിലും മലയാളത്തിലും എല്ലാം എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. ഇപ്പം സമയം 3:25 ആയിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയായിരുന്നോ? സത്യത്തിൽ വിശപ്പില്ല. പിന്നെ നമ്മൾ മലയുടെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും വിശന്നു കഴിഞ്ഞാലേ മൊത്തത്തിൽ ആ ഒരു മൂടേ അങ്ങ് പോകും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നല്ല നീലാകാശം, മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് കഴിച്ചിട്ട് വരാം. അതാ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഹോട്ടൽ ആര്യാസ്. അങ്ങനെ ഞാൻ ആര്യാസ് ഹോട്ടലിനകത്തോട്ട് കയറിയിട്ട് ഒരു വെജ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കേ, വലിയൊരു പപ്പടമൊക്കെ തന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ തന്ന ഗ്ലാസ് നോക്കേ, അത് കൊള്ളാം അല്ലേ? ജഗ്ഗും കൊള്ളാം. യെസ്, വെജ് ബിരിയാണി വന്നിട്ടുണ്ട്. കൊള്ളാം. ഇടയ്ക്ക് ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? സോയാബീനോ? ആ സംഗതിയൊക്കെ കിടപ്പുണ്ട്. ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു. നല്ല ഊണായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. സാധാരണ ഈ ബസ് സ്റ്റാൻഡും പരിസരമൊക്കെ ആയിട്ട് കിട്ടുന്നത് വെറും ചവറ് ഫുഡായിരിക്കും. പക്ഷേ ഇത് കൊള്ളായിരുന്നു. 90 രൂപയാണ് വെജിറ്റബിൾ ബിരിയാണിയുടെ വില. അപ്പോഴെന്തായാലും ഈ ഒരു ഭാഗത്തായിട്ടാണ് തിരുനെൽവേലിക്ക് പോകുന്ന ബസ്സുകൾ നിൽക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ബസ്സിൽ കയറി പോകാം. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ബസ്സാണോ നോക്കിയിട്ടേ അതിൽ കയറാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ ബസ്സും തിരുനെൽവേലിക്ക് പോകുന്ന എല്ലാ ബസ്സും ആറൽവായ്മൊഴിയിൽ നിർത്തത്തില്ല. അത് ചോദിച്ചിട്ട് കയറണം. ഇത് തിരുച്ചെന്തൂർ പോകുന്ന ബസ്സാണ്. ഇത് ആറൽവായ്മൊഴിയിൽ നിർത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും നിങ്ങൾ വരുമ്പോഴേ ചോദിച്ചിട്ട് കയറുക. അങ്ങനെ നമ്മുടെ ബസ്സിൽ ഡ്രൈവർ കയറി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഒരു വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡ് വെയിലാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു 14 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് ആറൽവായ്മൊഴി വരെയുള്ള ദൂരം. ഏകദേശം ഒരു 20 മിനിറ്റാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. കുറച്ച് നേരം വെയിൽ കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ആറൽവായ്മൊഴിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 13 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതാ അങ്ങനെ ബസ് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് തോവാള എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട പൂ മാർക്കറ്റ് ഉള്ളത്. നമ്മുടെ കേരളത്തിലെ, തെക്കൻ കേരളത്തിലെ പല പല മാർക്കറ്റിലോട്ടും പൂ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ഇതൊരു പൂക്കടയാണ്. ഇവിടെ കുറച്ചധികം പൂക്കടകളും പൂ മാർക്കറ്റും എല്ലാം ഉണ്ട്. തോവാള പൂ മാർക്കറ്റ് വളരെ ഫേമസ് ആണ്. ഇതിനടുത്തായിട്ടൊരു മലയക്കോവിലുണ്ട്. ആ മലയക്കോവിലും പിന്നെ ഞാൻ ഈ തോവാള മാർക്കറ്റിലൊക്കെ വന്ന വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട്. ഈ ആർച്ചിനകത്തോട്ട് പോകുന്നത് ഒരു മലയക്കോവിലോട്ടാണ്. ഈ മരം മാറുമ്പോൾ കാണാം. കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും നല്ലതാണ്. അങ്ങനെ ഞാൻ ആറൽവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ വേറൊരു ബസ് വന്ന് നിർത്തിയിരിക്കുവാണ്. ഇത് തെങ്കാശിക്ക് പോകുന്ന ബസ്സാണ്. സ്റ്റുഡൻസ് എല്ലാം ഇടിച്ച് കയറുന്ന നോക്കെ. തമിഴ്നാട്ടിലെ സ്റ്റുഡൻസും ഗവൺമെൻറ് ബസ്സിൽ ഇങ്ങനെ ഇടിച്ച് കയറാറുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സിലല്ലേ കയറുന്നത്. അങ്ങനെ അവിടെ ആയിട്ട് കാണുന്ന ആ ഒരു വലിയ മലയുടെ മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നല്ല ഹൈറ്റിലാണ് ഉള്ളത്. എപ്പോഴെങ്കിലും എത്താൻ ഇപ്പം സമയം 4:10 ആയിട്ടുണ്ട്. പട്ടികൾ തമ്മിൽ അടി. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം, നല്ലൊരു ഫീലുണ്ട്. തമിഴ്നാടിൻ്റേതായ തനത് ശൈലിയിലുള്ളൊരു സ്ഥലം. ഇതെവിടെയായിട്ട് ഒരു MGRൻ്റെ പ്രതിമയെല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്ത് താഴെയായിട്ട് ജയലളിതയുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. MGRും ജയലളിതയും. എന്തായാലും ഈ ആറൽവായ്മൊഴി എന്ന് പറയുന്ന സ്ഥലം അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള വലിയെന്ന് വെച്ചാൽ ഒരുപാട് വലുതല്ല, അത്യാവശ്യം എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഇതാ കണ്ടില്ലേ, ഒരു വലിയൊരു ഓട്ടോ സ്റ്റാൻഡാണിത്. ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം നമുക്ക് ഈ മല അടിവാരത്തിലേക്ക് പോകാൻ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു പരിസരം ഒന്ന് നടന്നിട്ട് വരാം. ഈ ഒരു കട നോക്കേ, ഇത് കൊള്ളാം അല്ലേ? പഴയ ഒരു കട. ഞാനിങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് ഒരു അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ കണ്ടായിരുന്നു. ആ ഒരു സ്ഥലം കാണാനൊരു പ്രത്യേക ഭംഗി തോന്നി, ഒരു ഫീല് തോന്നി. അങ്ങോട്ടൊന്ന് നടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ആർച്ച് കണ്ടില്ലേ? എന്തായാലും ഈ ഒരു വഴി കാണാനൊരു ഭംഗിയുണ്ട്. ഈ ഒരു ആർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വലിയ വലിയ മലനിരകളൊക്കെ ആയിട്ടെ എന്തായാലും കൊള്ളാം ഈ ഒരു വഴി. എന്തായാലും ആർച്ച് കണ്ട വഴിയിൽ നിന്ന് ഞാൻ തിരിച്ച് നടക്കുവാണ്. ഇതൊരു പൊടിപ്പ് മില്ലാണ്. കൊള്ളാമല്ലേ ആ ഒരു ബിൽഡിംഗ് എല്ലാം. അങ്ങനെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഓട്ടോ കിട്ടാൻ വേണ്ടി അങ്ങനെ പാടൊന്നുമില്ല, ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ മലയടിവാരം വരെ പോകുന്നതിന് 100 രൂപയാണ് ചാർജ്. എന്തായാലും നമുക്ക് ഓട്ടോയിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് ഓട്ടോ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. നമുക്ക് പേര് ശങ്കർ. അപ്പോൾ ശങ്കർ എന്ന് പറഞ്ഞ ചേട്ടനാ ഇവിടെ കൊണ്ടുവിട്ടത്, പകല. അപ്പോഴെന്തായാലും ഇതിന് മുകളിലേക്കാണ് നമുക്ക് നടന്ന് കയറേണ്ടത്. ഇവിടം വരെ ഓട്ടോ വരുള്ളൂ.
അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിയുടെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. മല ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. നടന്ന് കയറാൻ കുറച്ചധികം ഉണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് നടന്ന് മുകളിലെത്താനാണ് എൻ്റെ ലക്ഷ്യം. എന്തായാലും നമുക്ക് നടന്ന് മുകളിലേക്ക് പോവാം. നമ്മളിങ്ങനെ നടന്ന് മുകളിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ദൂരെയായിട്ട് കാറ്റാടി പാടങ്ങൾ കാണാം. നമുക്ക് മുകളിൽ പോകുമ്പോഴും കാണാം. പക്ഷേ പോകുന്ന വഴിക്കും കണ്ടപ്പോൾ ഒന്ന് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ഇതാ ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്. അവിടെ തിരുക്കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ആർച്ചിനകത്തൂടെ നടന്ന് മുകളിലേക്ക് കയറാം. ഇതാ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കേ ഒരു ചെറിയ കാവ് പോലെല്ലാം ഉണ്ട്. എന്തായാലും അത് കൊള്ളാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ റീൽസൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ. ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരുപാട് ആൾക്കാർ കാണുമെന്നാണ്. പക്ഷേ ആരുമില്ല. എന്തായാലും കുറച്ചധികം ദൂരം മുകളിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴാ കന്നുകാലികളൊക്കെ നിന്ന് മേയുന്ന നോക്കേ ചെറുതായിട്ട് കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഇനി എന്തും വേണ്ടി മുകളിലോട്ട് കയറാനുണ്ട്. ഇതാ നോക്കേ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇങ്ങനത്തെ ഓരോരോ ആരോ മാർക്കുകൾ നോക്കി നമുക്ക് മുകളിലേക്ക് പോവാം. എന്തായാലും ഈ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് വലിയ വെയിലില്ല. ഇങ്ങോട്ടേക്ക് വരാൻ ഏറ്റവും നല്ലൊരു ട്രെയിനാണ് ഞാൻ വന്ന ഈ ഒരു സമയത്തുള്ള ട്രെയിൻ. ഇതങ്ങ് ദൂരമായിട്ട് നോക്കേ ഒരുപാട് വീടുകളും കുറച്ചധികം വിൻഡ് ഫാമുകളും. അതിന് മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അയ്യോ, ഒരുപാട് കയറണം. കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാൽ അടിച്ചു പൊളിച്ച് മുകളിലോട്ട് കയറാം. എന്തായാലും നമ്മൾ നടന്ന് കയറുമ്പോൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീൽ വരാതിരിക്കാൻ ഇങ്ങനത്തെ കാഴ്ചകൾ ഉപകരിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ ആരോ മാർക്ക്. ഇത് നോക്കി മുകളിലേക്ക് പോയാൽ മതി. ഇതെവിടെയൊക്കെ പാറ ഇടിഞ്ഞ് വീണിരിക്കുന്നതൊക്കെ ഉരുൾപൊട്ടൽ പോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പം ഒരു നിരപ്പായിട്ടുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കി ആ ഒരു ഭാഗത്തായിട്ട് പറയുമ്പോഴൊക്കെ കുറച്ച് വെള്ളിയൊക്കെ വീഴും. ക്ഷമിക്കുക, കാര്യം നടന്ന് കിതച്ചാണ് പോകുന്നത് മുകളിലേക്ക്. ചില്ലറ കയറ്റം അല്ലല്ലോ, മല കയറുമല്ലേ. ഇതെവിടെ ഒരു ആരോമാർക്ക് കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് നോക്കി നിൽക്കും. അപ്പോൾ ഇത് തന്നെ കാണിക്കുവാണ്. ഇങ്ങോട്ട് നോക്കി നിൽക്കാൻ സമയമില്ല, അങ്ങോട്ട് വിട്ടോളാൻ. അതാ നമ്മളിങ്ങനെ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ ഇവിടെ കേട്ട് നോക്കേ ചെറിയ ഗുഹ പോലുണ്ട്, ചെറിയ കേവ് പോലെ. അതൊക്കെ കൊള്ളാം. ഇതിങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കണം. പാമ്പൊക്കെ കയറിപ്പോകുന്ന വഴിയാണ് ഇതെല്ലാം. ഇപ്പോൾ ഞാനാ പറഞ്ഞതുപോലത്തെ കേവെല്ലാം നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. എവിടെയൊക്കെ ആയിട്ട് കണ്ടില്ലേ? അവിടെ ഉണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാര്യം ഒരേപോലത്തെ കാര്യങ്ങൾ വീണ്ടും കാണും. അതുകൊണ്ടാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് പാറകളെല്ലാം അടുക്കിയിട്ട് സ്റ്റെപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പെന്ന് പറയാൻ ഇല്ല, സ്റ്റെപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കേ, എൻ്റെ അമ്മോ, ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ മുകളിലേക്ക് നടന്നു കയറുന്നതിൻ്റെ കഷ്ടപ്പാടിൻ്റെയും കിതപ്പിൻ്റെയൊക്കെ ഒരു ആശ്വാസം. ഇങ്ങനത്തെ ഒരു നല്ലൊരു വ്യൂ ആണ്. ഇത് കാണുമ്പോഴത്തേക്കും നടന്നു പോകുന്നത് വെറുതെ ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം സ്ഥിരമായിട്ട് ഒഴുകിയതിൻ്റെ ഒരു പാട് നോക്കേ. നല്ല മഴ പെയ്യുമ്പോഴേ ഇതുവഴിയൊക്കെ വെള്ളം കുത്തി ഒലിച്ച് വരുമായിരിക്കാം. ഇതാ നമ്മളിങ്ങനെ നടന്ന് മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഓരോരോ സ്ഥലത്തായിട്ടും ചെറിയ വ്യൂ പോയിന്റുകളുണ്ട്. ഇതാ കണ്ടില്ലേ? ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പോയിന്റുകളുണ്ട്. നല്ലൊരു നൈസ് കാറ്റും അടിക്കുന്നുണ്ട്. നമുക്കിനി ഇത് അവിടെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, അതുവഴിയാണ് ഇങ്ങനെ പോകേണ്ടത്. നമ്മൾ പോകുന്ന വഴിയിലായിട്ട് ഇലക്ട്രിക് പോസ്റ്റും ഉണ്ട്. ഇതാ കണ്ടില്ലേ? ഇത് മുകളിലായിട്ട് അമ്പലമുണ്ട്. അവിടത്തേക്കുള്ള സപ്ലൈക്കായിരിക്കാം ഇത്. ഇവിടെ നിന്ന് ഇത് അങ്ങോട്ട് നോക്കുമ്പോഴും നോക്കേ കുറച്ചധികം പാറകൾ ഇങ്ങനെ വീഴാൻ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു വ്യൂ എല്ലാം കൊള്ളാം. ഏകദേശം നമ്മൾ പകുതി എത്തിയെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം കൊണ്ട് നടക്കാൻ തുടങ്ങിയതാണ്, കുറച്ചധികം നേരമുണ്ട്. നല്ല മുകളിലേക്ക് നടന്ന് കയറാനുണ്ട്. റീൽസിലും വീഡിയോസിലൊക്കെ കാണുന്ന കണക്ക് അത്ര സിമ്പിളല്ല. അതിൽ കുറച്ച് നേരമല്ലേ കാണത്തുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ തന്നെയും ഒരു 10-15 മിനിറ്റേ കാണത്തുള്ളൂ. എന്ന് വെച്ച് നടക്കാനുള്ള ദൂരം ചില്ലറയല്ല. ദൂരം കുറവാണ്, പക്ഷേ നല്ല കയറ്റമുണ്ട്. അതാണ് പ്രശ്നം. ഇതാ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴേ, സ്റ്റെപ്പല്ല, ഇതേ കണക്കത്തെ പാറകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ചവിട്ടി മുകളിലേക്ക് കയറുമ്പോഴേ ഇവിടെയൊക്കെ ആയിട്ട് നോക്കേ വിളക്കുകളെല്ലാം ഉണ്ട്. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട വിളക്കുകളാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന റൂട്ടിലേക്ക് പാമ്പൊക്കെ കാണാൻ സാധ്യത ഉണ്ടെന്നല്ല, ഉണ്ട്. ഇവിടെയൊക്കെ വെച്ച് എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരും വന്ന് നമ്മൾ രക്ഷിക്കത്തതുമില്ല, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. കടിയങ്ങാണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. നമ്മളങ്ങനെ നടന്ന് ഏകദേശം ഒരു 3/4 ഭാഗം എത്തിയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ടൊരു ഡാം പോലെല്ലാം കാണുന്നുണ്ട്. ഷട്ടറൊന്നും കാണുന്നില്ല ഡാമിൻ്റെ, ജസ്റ്റ് ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്.
ഇനിയും കുറച്ചും കൂടെ മുകളിലോട്ട് നടന്ന് കയറാനുണ്ട്. കുറച്ചും കൂടെ എന്ന് വെച്ചാൽ കുറച്ചധികം കൂടെ. എന്തായാലും നമുക്ക് നടന്ന് മുകളിൽ എത്തിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴാ ഇവിടെ അങ്ങോട്ട് നോക്കേ, ഒരുപാട് ദൂരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഓ, ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. ഇതിന് താഴെയായിട്ട് വിൻഡ് ഫാം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാമാണെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ലോകത്തിലെ രണ്ടാമത്തതും ഇന്ത്യയിലെ ഏറ്റവും വലുതും. അതാണ് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്കൊരു വിൻഡ് ഫാം കണ്ടില്ലായിരുന്നോ, അത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ ഓടാൻ പോകുന്നില്ല. ഇത് ഒരുപാട് പേരൊന്നും കാണാൻ പോകുന്നില്ല, എനിക്കറിയാം. കാര്യം ചില സ്ഥലങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ, എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് പറയുക, നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും, പക്ഷേ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും വലുതായിട്ട് ആരും കാണില്ല. എത്രയൊക്കെ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്ന് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങൾ രക്ഷപ്പെടത്തില്ല. അത് ബാക്കിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെക്കാട്ടി നല്ല ഭംഗിയായിരിക്കും, പക്ഷേ എന്തൊക്കെ ചെയ്താലും ചില സ്ഥലങ്ങൾ രക്ഷപ്പെടില്ല. അതേപോലത്തെ ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. കാര്യം ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ വലുതായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. അത് അറിയപ്പെടാനും പോകുന്നില്ല. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ചെറിയൊരു കാവെല്ലാം ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല കാറ്റടിച്ചോണ്ടേ, നല്ല വിയർത്ത് നടക്കുമ്പോൾ ഈ ഒരു നല്ല തണുത്ത നൈസ് കാറ്റും കൂടെ അടിച്ചപ്പോഴത്തേക്കും നല്ലൊരു ഫീലുണ്ട്. ഞാൻ ഉറക്കെ സംസാരിക്കുക, എങ്കിലേ വീഡിയോയ്ക്ക് അത് കിട്ടത്തുള്ളൂ. കാറ്റ് കാരണമേ, കാറ്റ് വരും പെട്ടെന്ന് അങ്ങ് നിൽക്കും. സ്വിച്ച് ഓഫ് ചെയ്താണ് നിൽക്കുന്നത്. എൻ്റെ അമ്മോ, ഇങ്ങനെ നടന്ന് വന്നപ്പോഴും നോക്കേ, അവിടെയൊക്കെ ആയിട്ട് അതിവിശാലമായിട്ടുള്ള വിൻഡ് ഫാമും പിന്നെ അവിടെ ആയിട്ട് കൂട്ടത്തോടെ വീടുകൾ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങോട്ട് നോക്കിയാലും നല്ല വ്യൂ പോയിൻ്റാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്ത് എത്താറാകുമ്പോഴത്തേക്കും പാറയിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് സ്റ്റെപ്പുകൾ. പിടിച്ച് നടക്കാൻ വേണ്ടി കൈവരികളുമുണ്ട്. എന്തായാലും നമ്മൾ ഏറ്റവും ടോപ്പ് എത്താറായിരിക്കുവാണ്. അതാ നമ്മളിങ്ങനെ നടന്ന് മുകളിലെത്തിയപ്പോഴത്തേക്കും, മുകളിലെന്ന് വെച്ചാൽ മുകളിലെത്താറായപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ അത്യാവശ്യം ആഴമുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല പച്ച കളറിൽ കാണാം. മഴ പെയ്ത വെള്ളം കെട്ടി നിൽക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ നോക്കേ, വെറുതെ പറയുമല്ല, നല്ല ഭംഗിയുള്ള സ്ഥലം. അത് ഞാൻ വെറുതെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പക്ഷെ എന്നാലും വീഡിയോയിൽ കാണുന്നതാണ് കല്ല്, നേരിട്ട് കാണുമ്പോഴേ ശരിക്കും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഈ മല കയറി വന്നപ്പോഴേ ഞാൻ വിചാരിച്ച് ഈ അമ്പലത്തിൽ ആരെങ്കിലും കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുവാണ്. ഞാൻ ഒരുപാട് ഉറക്കെയാണ് സംസാരിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാനീ പറയുന്നത് താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഒച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഭയങ്കര കാറ്റടിക്കുന്നത് കൊണ്ടേ. എന്തായാലും നല്ല ഭംഗിയുണ്ട് ഈ ഒരു അമ്പലമെല്ലാം കാണാനേ. ആറൽ വായ്മൊഴി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മയിലും വേറൊരു സൈഡിൽ കോഴിയുടെയും ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, ഫോട്ടോ വരച്ചിട്ടുണ്ട്. അതെന്തായിരിക്കാം? ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കോഴിയുടെ പടം, ഇപ്പുറത്തെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മയിലിൻ്റെ പടവും. മയിൽ മുരുകൻ്റെ ആണെന്ന് നമുക്കറിയാം, പക്ഷേ കോഴി എന്തായിരിക്കാം? കോഴി ഞാനായിരിക്കാം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യും. എന്തായാലും ഈ ഒരു സ്ഥലം ഒരു രക്ഷയുമില്ല. ഇത് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. സത്യത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുവാണ്. ഇത് അവിടെയൊക്കെ ആയിട്ട് ഒരു തടാകമെല്ലാം കാണാം. ആ ഒരു ഭാഗത്തായിട്ട് തടാകം കാണാം, പിന്നെ അവിടെ ആയിട്ട് തടാകം കാണാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞില്ലല്ലോ, ഞാൻ നടക്കാൻ തുടങ്ങിയത് ഒരു 4:20 5:20 ആയപ്പോഴത്തേക്കും മുകളിലെത്തി. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്ഥലത്തൊന്നും നിന്നൊന്നുമില്ല, ടക്കടക്കയെന്ന് നടന്ന് കയറുകയാണ് ചെയ്തത്. ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. നമുക്കൊരു 6 മണിയാകുമ്പോഴത്തന്നെ തിരിച്ചിറങ്ങണം. ഇരുട്ട് വീണ് കഴിഞ്ഞാലേ വഴി മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇതും അങ്ങ് ദൂരെയായിട്ട് ആ കാണുന്നത് കടലാണ്. ഈ ഞാൻ പറയുന്നതെല്ലാം ഇവിടെ നേരിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ വീഡിയോയിലൂടെ ഇങ്ങനെ വൈഡായിട്ട് കാണുമ്പോഴുണ്ടല്ലോ, അതൊരുപാട് ദൂരെയായിട്ട് തോന്നും. അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല വീഡിയോയിലൂടെ നോക്കുമ്പോൾ. ഒരു ട്രെയിൻ പോയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ ആയിട്ടൊരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ, എങ്ങോട്ട് വന്നാലും നല്ല വ്യൂ ആണെന്ന്. ഇത് ഇവിടെ താഴോട്ട് നോക്കാൻ ഒരു രക്ഷയില്ല. അങ്ങ് ദൂരെയായിട്ട് അങ്ങ് അറ്റം വരെ വിൻഡ് ഫാമാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കേ, പല കളറിലെ വീടുകൾ, അതിൻ്റെ എല്ലാം ടെറസ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, പല കളറിലായിട്ടുള്ള വീടുകളെ. എന്തായാലും കൊള്ളാം. കുറച്ച് നേരം കൊണ്ട് ആ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുവാണ്. ആ ട്രെയിൻ ഒന്ന് പാസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഇതുവഴി പോകുന്നത് കാണാമായിരുന്നു. അത് ആറൽ വായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ തോവാളൈ സ്റ്റേഷൻ ആയിരിക്കാം. 2 സ്റ്റേഷനാണ് ഇതിനടുത്തായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആറൽ വായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ തന്നെ ആയിരിക്കാം അത്. യെസ്. അങ്ങനെ ഞാൻ വേർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷനിൽ ട്രെയിനിൻ്റെ സമയം നോക്കി.
ഇതുവഴിയുള്ള ട്രെയിനിൻ്റെ സമയം. അപ്പോൾ അനന്തപുരി എക്സ്പ്രസ് ഇതുവഴി വരുന്നുണ്ട്. അതിലേ കൂടി ഇങ്ങനെ വരുന്നുണ്ട്. ഇതുവഴി കൂടി ഇങ്ങനെ ഇപ്പോൾ പാസ് ചെയ്യും. ഇതാ കണ്ടില്ലേ, ഇതാ വരുന്നുണ്ട് ട്രെയിൻ. ഈ ട്രെയിൻ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. കൊല്ലത്തുനിന്ന് ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ് അനന്തപുരി എക്സ്പ്രസ്. ഞാനിതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അതുവഴി ട്രെയിനിൽ പോയപ്പോഴേ ആ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു മല നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് പോകണമെന്ന്. സത്യത്തിൽ ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. ഇതിന് ആറൽ വായ്മൊഴി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, സ്റ്റോപ്പുണ്ട്. ഞാനിപ്പോൾ ആപ്ലിക്കേഷനിൽ നോക്കിയായിരുന്നു. അപ്പോൾ ആറൽ വായ്മൊഴിയിൽ അനന്തപുരി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ മറന്നുപോയി, മുമ്പ് യാത്ര ചെയ്തപ്പോഴേ ഇവിടെ നിർത്തിയോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി. കുറച്ചധികം നാളായി ഞാനിതിൽ യാത്ര ചെയ്തിട്ട്. എന്തായാലും സത്യം പറയാമല്ലോ, ഇത്രയും നടന്ന് ക്ഷീണിച്ച് മുകളിൽ വന്നിട്ട് ഈ നല്ലൊരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും മുതലായെന്ന് വേണേൽ പറയാം. മുതലായെന്ന് തന്നെ പറയാം. ഇതെവിടെയായിട്ട് നോക്കി, ഇവിടെ 2 കൽത്തൂണുകളുണ്ട്. മണി കെട്ടാനായിരിക്കും അല്ലേ? അങ്ങനത്തെ പല പല കാര്യങ്ങൾ കാണാം. അങ്ങനെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല. ഈ കാണുന്ന താഴെയായിട്ട് കാണുന്ന വലിയ വിൻഡ് ഫാം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് മുപ്പന്തൽ വിൻഡ് ഫാം. എന്തായാലും നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് വിൻഡ് ഫാമുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലുത് വേറെ എവിടെയും കണ്ടിട്ടില്ല. ജയ്സാൽമർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തും ഏറ്റവും വലിയ വിൻഡ് ഫാം എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു മുപ്പന്തൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വിൻഡ് ഫാമും ഏറ്റവും വലുതെന്ന് കാണിക്കുന്നുണ്ട്. ശരിക്കും ഏതായിരിക്കും ഏറ്റവും വലുത്? എന്തായാലും ഇതൊരു വലിയ വിൻഡ് ഫാം തന്നെയാണ്. ഏറ്റവും വലുതാണോ ചെറുതാണോ എന്ന് നോക്കണ്ട. ഇത് എന്തായാലും ഏക്കർ കണക്കിനുണ്ട്. ഏക്കർ എന്നല്ല, കിലോമീറ്റർ കണക്കിനുണ്ട്. ഒരുപാട് ദൂരത്തായിട്ടുണ്ട്. ഞാൻ എത്ര നേരം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നോ അത്രയും നേരം ഞാൻ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഞാൻ വീണ്ടും പറയാം, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. പിന്നെ വേറൊരു കാര്യം പറയാം, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, പിന്നെ മുട്ടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. കാര്യം ഇവിടെ നടന്നു കയറാൻ വേണ്ടി വേറെ സംവിധാനമൊന്നുമില്ല. റോപ്പ് കാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫേമസ് ആവാതെ കിടക്കുന്നൊരു സ്ഥലമാണ്. പലരും ശ്രമിക്കുന്നുണ്ട് ഇതിനെ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കാനാണ്. പക്ഷേ എന്നാലും മൊത്തത്തിൽ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ആ ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ല. ഇതിപ്പം ഞാനിങ്ങനെ പറയും ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളതാണല്ലോ എന്ന്. പക്ഷേ അങ്ങനല്ല. ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഒരുപാട് ടൂറിസ്റ്റുകളും ആൾക്കാരൊക്കെ വരേണ്ട ഒരു സ്ഥലമാണിത്. എന്നിട്ടും ഇവിടെ നോക്കേ, ഇന്നത്തെ ദിവസം ഞാൻ മാത്രമേ ഉള്ളൂ. ഇതൊരു വർക്കിംഗ് ഡേ ആണ്. എന്നാൽ തന്നെയും അങ്ങനൊന്നും അല്ല വേണ്ടത്. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെയാണോ ആൾക്കാർ കാണുന്നത്? എന്തായാലും ഒരു 10-20 പേരെങ്കിലും കാണും. ഇവിടെ നോക്കേ, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു നടന്ന് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ടായിരിക്കാം. പക്ഷേ നടന്ന് കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഇതിൻ്റെ പല പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചിന്തിച്ചതാ, ഇങ്ങോട്ട് വരണോ, അതിനുവേണ്ടി കാണാനുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചതാ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, സത്യത്തിൽ വന്നില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകാൻ ഇങ്ങോട്ട്. ഒരിക്കലെങ്കിലും വരാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. സത്യം പറയാമല്ലോ, ഇവിടെ വന്നിട്ട് കുറച്ചു നേരം കാറ്റും കൊണ്ട് ഇതിനെ മുകളിൽ ഇരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എവിടെയും വെറുതെ ഇരിക്കാൻ തോന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ഓരോരോ സ്ഥലങ്ങൾ പോയി കാണാനാണ് തോന്നുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അപ്പുറത്തോട്ട് പോകാൻ തോന്നും. അങ്ങനെ ഓരോരോ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി തോന്നുവാണ്. ഇവിടെ ഏതോ ഒരു കിണറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ പ്രധാന കാഴ്ചയാണെന്നാണ് പറഞ്ഞത്. അതൊന്നും കാണുന്നില്ല, എവിടെയാണെന്ന് അറിയാൻ വയ്യത്. പാറയുടെ ഇടയിലൂടെ ഒരു വഴിയുണ്ട്. അതുവഴി പോകുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു കാഴ്ചയാണെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ടൊരു വഴിയെല്ലാം കാണുന്നുണ്ട്. ഓ, ഇതായിരിക്കും ആ കിണർ. ഇവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം കോരാൻ വേണ്ടിയിട്ടേ. ഇവിടെ നിന്ന് കണക്ഷനും എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പൈപ്പ് കണക്ഷനും എടുത്തിട്ടുണ്ട് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടേ. അപ്പോൾ അതാണ് സംഗതി. തവളയൊക്കെ കിടപ്പുണ്ട്. ഇതോ കണ്ടില്ലേ തവള. പിന്നെ വേറൊരു കാര്യം, ഇതാ ഇവിടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു പൈപ്പുണ്ട്. അവിടെ വെള്ളവുമുണ്ട്. കണ്ടില്ലേ, വെള്ളമെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ആ തവള കിടന്ന കിണറില്ലേ, അതിലെ വെള്ളമായിരിക്കാം. എന്തായാലും കുടിക്കാം. ഇതിപ്പോഴേ ഒരു പായലിൻ്റെയൊക്കെ ഒരു മണവും അങ്ങനത്തെ ഒരു മണം. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന മലയുടെ ആ ഒരു ഷെയ്ഡ് അങ്ങോട്ട് അടിക്കുന്നത് നോക്കേ. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അടിക്കുന്ന കണ്ടില്ലേ. അങ്ങ് ദൂരെയായിട്ട് സൺസെറ്റിൻ്റെ ആ ഒരു സൂര്യരശ്മികൾ അതിങ്ങനെ അടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ സൺസെറ്റ് എല്ലാം കണ്ടിട്ട് താഴോട്ടിറങ്ങുവാണ്. ഇപ്പോഴ് സമയം 6:15 നേരം ഇങ്ങനെ ഇരുട്ടി വരുവാണ്. ഈ ഒരു സമയത്തൊക്കെ നാഗങ്ങളും ഇറങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്.
ഇപ്പം സമയം ഒരു 6:35 പകുതി പോലും എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, നമ്മൾ അങ്ങോട്ട് പോയ ആരോ മാർക്ക് നോക്കി തിരിച്ച് അതേപോലെ ഇറങ്ങി നടക്കണം. ഫോണിൻ്റെ ബാറ്ററിയുടെ ആ ഒരു പെർസെൻറ്റേജ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. പവർ ബാങ്ക് എല്ലാം നമ്മൾ കരുതിയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇരുട്ടത്ത് ഫ്ലാഷ് അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ പെട്ടെന്ന് പാമ്പാന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഈ ഒരു ഡിസൈൻ നോക്കേ, പാറയ്ക്കകത്തുള്ള കൊത്തുകൾ, പാമ്പിനകത്തുള്ള വരയാന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം തിരിച്ചിറങ്ങി ഈ ഒരു സമയത്ത് നേരെ വിരട്ടിയല്ലോ. അപ്പോഴിതാ ഈ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോഴുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാലേ, ഈ ചെറു പ്രാണികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ പൂച്ചകളെല്ലാം, അതൊക്കെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ കിടന്നിങ്ങനെ പറക്കും. കണ്ണെരിയുന്ന പൂച്ചയുണ്ട്, അപ്പോഴങ്ങനത്തെ പൂച്ചയെല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഓട്ടോയിൽ വന്ന് ഇറങ്ങിയില്ലായിരുന്നോ, അവിടെ നിന്ന് കുറച്ചൊരു 900 മീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തും. അതായത് ഞാൻ വന്ന് ബസ് ഇറങ്ങിയ സ്ഥലത്തെത്തും. പക്ഷേ അങ്ങോട്ട് നടന്നു പോകുന്ന റിസ്ക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാലേ, ഞാനിങ്ങോട്ട് ഓട്ടോയിൽ വന്നപ്പോൾ തന്നെ കുറച്ചധികം പട്ടികൾ കുറച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംസാരിച്ച് തിരിച്ച് താഴെ എത്തുമ്പോഴത്തേക്കും ആ പട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോഴെന്തായാലും ഞാൻ ആ ഓട്ടോ ചേട്ടൻ്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കണം. വിളിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ സത്യത്തിലേ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ സംസാരിച്ച് നടന്നു പോകുന്നത്. അപ്പോഴത്തെ ഇതേ കണക്കത്ത് ഓരോരോ പാറയിടുക്കും കാണുമ്പോഴേ അവിടെയൊക്കെ ആരൊക്കെയോ നിൽക്കുന്നത് പോലെ തോന്നും. ആരൊക്കെയോ നിന്ന് എത്തി നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് മാറുമല്ലോ, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുമല്ലോ, അതേപോലെ തോന്നും. മനസ്സിൻ്റെ തോന്നലാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫോണിൻ്റെ ഫ്ലാഷ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നിഴലുമുണ്ട്. ആ നിഴൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും ആൾക്കാരങ്ങോട്ട് ഓടി ഒളിക്കുന്നത് പോലെ തോന്നുന്നത്. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും. തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഈ ഒരു ഇരുട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എന്താ പറയണ്ട, ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഉള്ളൊരു, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, താഴെ ദൂരമായിട്ട് നോക്കേ, ടൗണിലെല്ലാം ലൈറ്റെല്ലാം ഇട്ടിട്ട് അത് കാണാൻ കൊള്ളാം. അങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ വന്നിട്ടുണ്ട്. നേരത്തെ ഇങ്ങോട്ട് വന്ന ഓട്ടോ അല്ലേ ഇത് വേറെ ഓട്ടോ. ശരി, വാഗ. യെസ്, അങ്ങനെ നമ്മൾ RL വായ്മൊഴി ജംഗ്ഷനിൽ എത്തിയിരിക്കുവാണ് തിരിച്ച്. അങ്ങനെ ഞാൻ ഓട്ടോ വന്നിറങ്ങിയപ്പോഴത്തേന് ഒരു നാഗർകോവിൽ ബസ് വന്നായിരുന്നു. ഇതിൽ കയറണം, ഇനിയിപ്പോൾ അടുത്ത ബസ്സിൽ കയറാം. തിരിച്ചു വന്നപ്പോൾ 70 രൂപയാണ് ചാർജ് ആയത്. അങ്ങോട്ട് പോയപ്പോൾ 100 രൂപ. അപ്പോഴെന്താ, രണ്ടുപേരുടെയും നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോഴെന്തായാലും നാഗർകോവിൽ ബസ് വരട്ടെ. ബസ്സിൽ കയറി നമുക്ക് നാഗർകോവിലോട്ട് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ് ട്രിവാൻഡ്രത്തേക്കുണ്ട്. ഈ ബസ് തിരുനെൽവേലിക്ക് പോകുന്ന ബസ്സാണ്. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ട്രെയിനിൻ്റെ ആപ്ലിക്കേഷനിൽ നോക്കിയപ്പോൾ, വേർ ഇസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷനിൽ നോക്കിയപ്പോൾ ട്രെയിനിൽ പോകുന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് RL വായ്മൊഴി സ്റ്റേഷനിൽ നിന്ന് 7:05 ഒരു ട്രെയിനുണ്ട്. അത് തിരുനെൽവേലിക്ക് പോകുന്ന ട്രെയിനാണ്. 7:05 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി 8:40 ആകുമ്പോൾ തിരുനെൽവേലി എത്തും. തിരുനെൽവേലിയിൽ നിന്ന് രാത്രി, തിരുനെൽവേലി ടു കൊല്ലം, തിരുനെൽവേലിയിൽ നിന്ന് രാത്രി 11:30 PM ഒരു ട്രെയിനുണ്ട്, പാലരുവി എക്സ്പ്രസ്. രാവിലെ 4:45 ആകുമ്പോൾ കൊല്ലം എത്തും. അതിന് സ്ലീപ്പർ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയപ്പോൾ 145 രൂപയേ ഉള്ളൂ. മിക്കവാറും ഞാൻ അങ്ങനെയും പോകാൻ സാധ്യതയുണ്ട്. അതാകുമ്പോൾ ഉറങ്ങി റെസ്റ്റ് എടുത്തങ്ങ് പോവാം. നാളെ രാവിലെ ആകുമ്പോൾ നാടെത്തും. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാലും രാത്രി 1 മണി 1:30 ആകും വീടെത്താൻ. അതിനേക്കാൾ നല്ലത് തിരുനെൽവേലിയിൽ പോയി ട്രെയിൻ കയറി പോകുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് RL വായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ 800 മീറ്ററാണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചിരിക്കുവാണ്, ഇവിടെ നിന്ന് നാഗർകോവിൽ പോയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല. ഇവിടെ നിന്ന് ഞാൻ തിരുനെൽവേലി പോവുകയാണ്. തിരുനെൽവേലിയിൽ നിന്ന് ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുവാണ്. തിരുനെൽവേലി ടു കൊല്ലം. സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 145 രൂപയാണ്. രാത്രി 11:30 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി പിറ്റേന്ന് രാവിലെ 4:45 ആകുമ്പോൾ എത്തുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതാണ് നല്ലത്. അതാകുമ്പോൾ രാത്രി ഉറങ്ങി അങ്ങ് പോവാം. അപ്പോൾ തിരുനെൽവേലി ബസ് വരട്ടെ. 7:05 ട്രെയിൻ മിസ്സായി. ട്രെയിൻ കിട്ടത്തില്ല. കാര്യം ഞാൻ ഇവിടുന്ന് RL വായ്മൊഴി റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ട്രെയിൻ പോവും. അതിനേക്കാൾ ഇവിടെ നിന്ന് ബസ് കയറി തിരുനെൽവേലി പോവാം. അങ്ങനെ ഒരു ബസ് വന്നിട്ടുണ്ട്. തിരിച്ചിക്ക് പോകുന്ന ബസ്സാണ്, തിരുനെൽവേലി വഴി പോകുന്ന ബസ്സാണ്. ഇപ്പോൾ എന്തായാലും ബസ്സിലോട്ട് കയറാം. തിരുനെൽവേലിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ നിന്ന് ഏകദേശം 64 കിലോമീറ്റർ ഉണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ. അങ്ങനെ ഞാൻ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം തിരുനെൽവേലി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് MGR ബസ് സ്റ്റാൻഡ് തിരുനെൽവേലി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ അടുത്തോട്ട് പോകണം. ആ ബസ് നമുക്ക് നോക്കാം. അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിലോട്ട് വന്നപ്പോൾ ഈ കാണുന്ന ബസ് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന ബസ്സാണ്. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. അങ്ങനെ ഞാൻ MGR ബസ് സ്റ്റാൻഡിൽ നിന്നും പെരിയാർ ബസ് സ്റ്റാൻഡ് അടുത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ വന്നിറങ്ങിയ ബസ് അതോ ആ പോകുന്നത്. ഈ കാണുന്നതാണ് പെരിയാർ ബസ് സ്റ്റാൻഡ്.
തിരുനെൽവേലി പെരിയാർ ബസ് സ്റ്റാൻഡ്. ഈ പെരിയാർ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിലെല്ലാം കുളിച്ചിട്ട് പുറത്തോട്ട് വന്നിട്ട് കൽദോശ കഴിച്ചു. ഒരു കൽദോശ 40 രൂപ. കൊള്ളായിരുന്നു. അതിനുശേഷം ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നെയ്യുടെ മണമൊക്കെ ആയിട്ടേ മധുരമായിട്ടുള്ളൊരു സംഭവം. എന്തായാലും കൊള്ളാം. അപ്പോഴെന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം.